വയനാടിന്റെ ഹൃദയഭാഗത്തെയും ആ മേഖലകളിൽ തിങ്ങിപ്പാർത്തിരുന്ന ജനതയെയും ഉരുളെടുത്തിട്ട് ഒരാണ്ട് പിന്നിട്ടു. എന്നിട്ടും അവർക്ക് ഇന്നും കിടക്കാനുള്ള കിടപ്പാടങ്ങളോ മതിയായ സൗകര്യങ്ങളോ ധനസഹായമോ ലഭിച്ചില്ല. 2221.01 കോടി ചോദിച്ച കേരളത്തിന് ഇതുവരെ മോദി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് 260.56 കോടി രൂപ മാത്രമാണ്. എന്നാൽ എല്ലാം നഷ്ടമായവർക്ക് കൈത്താങ്ങേണ്ട കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിച്ചാൽ പോലും പൂർണ്ണമായും കരകയറാൻ സാധിക്കാത്ത വയനാട് ജനതയ്ക്ക് ഇത്തരമൊരു വേർതിരിവ് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പുനരധിവാസത്തിന് ഇതുവരെ 2262 കോടി രൂപയാണ് ചിലവായിരിക്കുന്നത്. ഇപ്പോൾ അനുവദിച്ച തുകയും SDRF എല്ലാം വിനിയോഗിച്ചാൽ പോലും പിന്നെയും 2000 കോടി രൂപ വേണ്ടിവരും. മോദിയുടെ ദുരന്ത മേഖലയിലേക്കുള്ള സന്ദർശനവും വാഗ്ദാനങ്ങളും ഒക്കെ കണ്ടപ്പോൾ ജനത അത്രയേറെ കേന്ദ്ര സർക്കാരിൽ പ്രതീക്ഷ വെച്ചിരുന്നു. അന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കൊന്നും പണമില്ലാത്തത് കൊണ്ട് മുടങ്ങിയില്ലെന്ന് പറഞ്ഞ മോദി ഇപ്പോൾ കേരളത്തോട് ചെയ്യുന്നതിനെ വിശ്വാസവഞ്ചന എന്നല്ലാതെ എന്താണ് വിളിക്കുക? BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ കെടുതികളിൽ അങ്ങോട്ട് അറിഞ്ഞ് സഹായമേകിയ മോദിക്ക് കേരളത്തോട് മാത്രമുള്ള അവഗണന ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കേന്ദ്ര സർക്കാർ ത്രിപുരയിൽ ഉണ്ടായ ദുരന്തത്തിലടക്കം വേണ്ട അന്വേഷണങ്ങളോ പരിശോധനകളോ ഇല്ലാതെ തന്നെ പണം അനുവദിച്ചപ്പോൾ കേരളത്തോട് ഈ അവഗണന തുടരുന്നത് ഒരു ഭരണാധികാരിയും ചെയ്യാൻ പാടില്ലാത്തതാണ്. ജീവനോപാധികൾ നഷ്ടപ്പെട്ട് കുടുംബങ്ങൾക്ക് പ്രതിദിന സഹായം ലഭ്യമാകണമെങ്കിൽ ഇനി കേന്ദ്ര സഹായമില്ലാതെ പറ്റില്ല എന്നത് മോദിക്ക് വ്യക്തമായും അറിയാം. ടൗൺഷിപ്പുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതിനും കടം എഴുതി തള്ളുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഉൾപ്പെടെ കേന്ദ്രത്തിന്റെ ഇടപെടൽ അനിവാര്യമായിരിക്കെയാണ് ഇത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ബാധിതരുടെ ബാങ്ക് വായ്പകൾ കേന്ദ്രം എഴുതി തള്ളുമോ എന്നത് പോലും ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്ന അവസ്ഥയാണ്. 12 ദേശവൽകൃത ബാങ്കുകളിൽ നിന്നായി 35.30 കോടിയാണ് മുണ്ടക്കെ ചൂരൽമല നിവാസികൾ വായ്പയായി എടുത്തിരിക്കുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാർ തങ്ങളുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് വായ്പകൾ എഴുതി തള്ളണമെന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമുണ്ടെങ്കിലും കാര്യങ്ങളിലൊന്നും ഇതുവരെ വേണ്ട തീരുമാനങ്ങൾ ആയിട്ടില്ല. ഒരു ദുരന്തം നടന്ന പ്രദേശത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിക്കുന്നവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളായ പാർപ്പിടവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. BJP അല്ല ഭരിക്കുന്നത് എന്നതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് അതിൽ നിന്ന് ഓടി ഒളിക്കാനാകില്ല. ദുരന്തത്തിന്റെ ആഴവും പരപ്പുമെല്ലാം സമഗ്രമായും വിശദമായും സമർപ്പിച്ചിട്ട് പോലും 1.25 വർഷത്തിനിപ്പുറവും ലഭിച്ചിരിക്കുന്നത് 1/8 തുക മാത്രമാണ്. ഇതിനെ അവഗണന എന്നല്ലാതെ എന്താണ് വിശേഷിപ്പിക്കാൻ സാധിക്കുക? പണം അനുവദിക്കേണ്ടത് ഭരണഘടനാപരമായി കേന്ദ്രത്തിൽ നിക്ഷിപ്തമായ ഒരു ഉത്തരവാദിത്വമാണ്. ദേശീയ ദുരന്തമായി ഇതിനെ കാണണമെന്ന ആവശ്യവും മോദി തള്ളുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 292 പേർ മരിക്കുകയും 2 ഗ്രാമങ്ങളെ അവരുടെ സർവ്വസമ്പാദ്യങ്ങൾ മുഴുവൻ ഉരുളെടുത്ത് കൃഷിയിടങ്ങൾ പോലും തിരിച്ചറിയാനാകാത്ത വിധം വെള്ളത്തിൽ അമർന്നു പോയ ദുരന്തം എങ്ങനെ ഇത്ര നിസ്സാരവൽക്കരിക്കാൻ കേന്ദ്രത്തിന് സാധിക്കുന്നു എന്നറിയില്ല. കേന്ദ്രത്തിന്റെ മുഖം തിരിച്ച സമീപനം വയനാട് പുനരധിവാസത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്. അപകടങ്ങൾ വരുമ്പോൾ സ്ഥലം സന്ദർശിച്ച് അവയെ വോട്ട് ബാങ്ക് മാത്രമാക്കാനുള്ള ചിന്തയ്ക്കും അപ്പുറം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ സർവ്വജനതയെയും ജാതിയെയും മതവും പാർട്ടിയും നോക്കാതെ പരിഗണിക്കാനുള്ള ചിന്താഗതി മോദിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഉത്തമമായ ഉദാഹരണം തന്നെയാണ് ദുരന്തത്തിന്റെ ബാക്കി പത്രമായി വയനാട് ജനതയോടുള്ള മോദി സർക്കാരിന്റെ മുഖം തിരിച്ച സമീപനം.